പരിശുദ്ധമായ പരിപാവനമായ ഉദ്ഹിയ്യത്ത് കർമ്മം, ആ ഉദ്ഹിയ്യത്ത് കർമ്മത്തെപ്പറ്റി വിശദമായ ഒരു ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കുന്നവരാണ്, പക്ഷേ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ കേൾക്കുന്നില്ല. കാരണം നിങ്ങൾ ഇന്ന് പറയുന്നത് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടാൽ. ഈ ഉദ്ഹിയ്യത്തിൻ്റെ ചർച്ച സ്ത്രീകളായ ഞങ്ങൾ കേട്ടിട്ട് എന്ത് കിട്ടാനാ ഉസ്താദെ, അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ, സ്ത്രീകളാണ് ഇത് കേൾക്കേണ്ടത്. കാരണം സ്ത്രീകളായ നിങ്ങൾ, ഉമ്മമാർ, എൻ്റെ സഹോദരിമാർ, നിങ്ങളും പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളും ഭാഗവാക്കാകേണ്ട പുണ്യമായ ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. സ്ത്രീകൾ എങ്ങനെയാ ഉദ്ഹിയ്യത്തിൽ ഭാഗവാക്കാകുക? വിശദമായി നമുക്കൊന്ന് കേട്ടാലോ. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലേ? ഉദ്ഹിയ്യത്ത് എപ്പോഴാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് അറുക്കേണ്ടത്, ആരാണ് അറുക്കേണ്ടത്, അതുപോലെ ഉദ്ഹിയ്യത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്, ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഷെയർ ചേർന്ന ആളുകൾ 7 വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ? അങ്ങനെ പലരും പറയുന്നത് കേട്ടു. അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു. അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി, മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കാമോ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ? നമുക്ക് ഉദ്ഹിയ്യത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ? ഗൾഫിലുള്ള ആളുകൾ അറുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ? അത് നിർബന്ധമാണോ? എങ്ങനെയാണ് ഷെയർ ചേരുക എന്നുള്ള വിശദമായ ചർച്ച. അല്പം നീണ്ടുപോയിട്ടുണ്ട്. വിശദമായ ചർച്ച ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുകയാണ്, പഠിക്കുകയാണ്. അവസാനം വരെ ഒന്ന് കേൾക്കണേ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ. ഈ പ്രാവശ്യത്തെ ഉദ്ഹിയ്യത്ത്, അതിൻ്റെ പ്രതിഫലം ആണിനും പെണ്ണിനും, മുസ്ലിമായ ഒരു ആണിനും പെണ്ണിനും നഷ്ടപ്പെടാൻ പാടില്ല. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വന്തമായി ചിന്തിക്കും, പടച്ചോനെ ഈ വർഷം ഞാനും ഉദ്ഹിയ്യത്തിന് ചേരേണ്ടതാണല്ലോ എന്ന് ചിന്തിക്കും. കാരണം അത്രമാത്രം ഗൗരവത്തോടെ, എന്നാൽ വളരെ നമുക്ക് എളുപ്പത്തിൽ ചേരാൻ പറ്റുന്ന ഒരു കർമ്മമാണ്, പുണ്യമുള്ള ഒരു അമലാണ് ഉദ്ഹിയ്യത്ത്, ബലി കർമ്മം. വിശദമായി കേൾക്കാം ഇൻഷാ അല്ലാഹ്. വീഡിയോ തുടർന്ന് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള, സ്നേഹമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഈമാനുള്ള, ഇഖ്ലാസുള്ള നല്ല മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരുകയും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടെ സലാമത്തായി കെലിമ പറഞ്ഞു മരിക്കാൻ അല്ലാഹു തആല വിധി തരട്ടെ. ആമീൻ. ഈ വർഷം നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, അല്ലാഹു തആല അവർക്കൊക്കെ ഒരു തരത്തിലുള്ള പ്രയാസമോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ ഖൈറായ നിലയിൽ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്ത് നാട്ടിലേക്ക് മടങ്ങി വന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതലായി ആമുഖങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു പുണ്യമായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഉദ്ഹിയ്യത്ത് കർമ്മം. ഉദ്ഹിയ്യത്ത് എന്ന് കേൾക്കുമ്പോൾ പല സ്ത്രീകളും, എല്ലാവരുമല്ല, പല സ്ത്രീകളും അതുപോലെ തന്നെ പല പുരുഷന്മാരും ഉദ്ഹിയ്യത്ത് നമുക്കുള്ളതല്ല, അത് പള്ളി കമ്മിറ്റിക്കാർക്കുള്ളതാണ്, അത് ചില ഉസ്താദുമാർ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ വലിയ കാശുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്, നമുക്കത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പലരും ഈ വീഡിയോ തന്നെ കാണാറില്ല. പലരും ഉദ്ഹിയ്യത്ത് എന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ വീഡിയോ മാറ്റുകയാണ്, വേറെ എന്തെങ്കിലും വീഡിയോ കാണുകയാണ്. ഞാൻ പറയട്ടെ, ഇത് വളരെ ഗൗരവത്തോടുകൂടി എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരും, എല്ലാ ഉപ്പമാരും തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കേണ്ട, കേട്ടിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, ആരും ഒരുപക്ഷെ നമ്മൾ ഒഴിവാവൂല ഈ ഒരു അമലിൽ നിന്നും, അല്ലെ? ആരും ഒഴിവാകൂല. ഹജ്ജ് കാശുണ്ടെങ്കിൽ പോയാൽ മതി, ഹജ്ജ് ആരോഗ്യമുണ്ടെങ്കിൽ പോയാൽ മതി, ഹജ്ജ് നമുക്ക് യാത്രാ സംവിധാനം ഉണ്ടെങ്കിൽ പോയാൽ മതി. ഉദ്ഹിയ്യത്ത് അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ അതിന് സംവിധാനമുണ്ട്. ഒരു 8,500 രൂപ, 7,000 രൂപ നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ടോ എങ്കിൽ അവന് ഉദ്ഹിയ്യത്ത് അറുക്കണം. ഇൻഷാ അല്ലാഹ് വിശദമായി പറഞ്ഞു തരാം.
അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരും ഒഴിവാവാൻ നിൽക്കേണ്ട. തുടക്കം തന്നെ വളരെ ഗൗരവത്തോടെ എന്നാൽ സ്നേഹത്തോടെ എൻ്റെ ഉമ്മമാരോടും ആദ്യം എൻ്റെ നഫ്സിനോടും പിന്നെ നമ്മൾ ഓരോരുത്തരോടും ഉപ്പമാരോടും ഉണർത്തുകയാണ്. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഉദ്ഹിയ്യത്ത് കർമ്മം എന്താണ്? ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉദ്ഹിയ്യത്ത് എന്നതിൻ്റെ ആ പേര് വരാനുള്ള കാരണം എന്താണ്? സുമ്മിയത്ത് ബി ഔവലി അസ്മിനത്തി ഫിഅലിഹാ വഹുവ വഖ്തുൽ ദുഹാ. ദുഹാ നിസ്കാരം ഉണ്ടല്ലോ, ദുഹാ നിസ്കാരം നമ്മളെപ്പോഴാണ് ദുഹാ നിസ്കരിക്കുന്നത്? അതായത് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അല്ലേ, സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഉദയം സൂര്യനൊക്കെ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അല്ലെ, 20 മിനിറ്റ് ഏകദേശം ഒരു 7 മണി കൂട്ടാം, ചുമ്മാ ഒരു നമ്മുടെ ഈ ഒരു സമയത്തുള്ള ഒരു 7 മണി അല്ലെങ്കിൽ 6:45 ഒരു ടൈം, ആ സമയം മുതലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദുഹാ നിസ്കാരം തുടങ്ങേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരല്പം ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ മുഴം, ഒരു കുന്തത്തിൻ്റെ ആ ഒരു ഉയരം എത്തിയതിന് ശേഷം നിസ്കരിക്കലാണ്. അതായത് ഒരു 7 മണി അല്ലെങ്കിൽ 7:15 8 മണി ആ ഒരു സമയത്തൊക്കെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിർവഹിക്കപ്പെടുന്ന കർമ്മമായതുകൊണ്ടാണ് ഈ ഒരു കർമ്മത്തിന് ഉദ്ഹിയ്യത്ത് എന്ന് പേര് വരാനുള്ള കാരണം. നമ്മളെപ്പോഴാണ് ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്? ഏകദേശം ഒരു നമ്മുടെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയുക ഒരു 8 മണി ഒരു 8:30 ആകുമ്പോഴല്ലേ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്ന കർമ്മമായതുകൊണ്ട് ഈ കർമ്മത്തിന് എന്ത് പേര് വെക്കപ്പെട്ടു? ഉദ്ഹിയ്യത്ത് എന്ന പേര് വെക്കപ്പെട്ടു. ബലികർമ്മം, ബലിയറുക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്താണ് ബലികർമ്മം നിർവഹിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ ഭാഷാർത്ഥമൊക്കെ വരുന്നത്. അപ്പം ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ എന്ത് ഈ ദുഹാ സമയത്താണ് ഉദ്ഹിയ്യത്ത് നടത്തേണ്ടത് അല്ലേ? ദുഹാ സമയം എന്ന് പറഞ്ഞാൽ ഒരു 7 മണി 7:15 8 മണി 8:30 ആ സമയത്താണ് ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കർമ്മത്തിന് ഉദ്ഹിയ്യത്ത് എന്ന് പേര് വെക്കപ്പെട്ടതെന്നല്ലേ? ഞങ്ങളുടെ അവിടെയൊക്കെ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഈ അറവുകാരൊക്കെ വരുന്നത്, ചിലപ്പോൾ അത് വൈകിട്ടാണ് അറുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഉദ്ഹിയ്യത്തിൻ്റെ പ്രതിഫലം, അറുത്ത പ്രതിഫലം കിട്ടൂലേ? കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അറുത്തറുത്ത് വന്നിട്ട് അവസാനം ഈ നന്നാക്കുന്ന ഇറച്ചി വെട്ടുന്ന ആളുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരമാകും, ചില സ്ഥലത്ത് രാത്രിയാകും. അപ്പോൾ ഞങ്ങൾക്ക് ഉദ്ഹിയ്യത്തിൻ്റെ പ്രതിഫലം ആവൂലേ എന്ന് ചില ആളുകൾ സ്വാഭാവികമായൊരു സംശയം ഉണ്ടായേക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ല. അതായത് ഭൂരിഭാഗം സ്ഥലത്തും അങ്ങനെയാണ്, ഭൂരിഭാഗം സ്ഥലത്തും എപ്പോഴാണ് നടത്തപ്പെടുന്നത്? ആ ദുഹാ സമയം, അതായത് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് ഈ ഒരു കർമ്മം നടത്തപ്പെടുന്നത്. അതുകൊണ്ട് അതിനങ്ങനെ പേര് വെക്കപ്പെട്ടു എന്നേ ഉള്ളൂ. ഈ ഉദ്ഹിയ്യത്ത് അത് രാവിലെ ആവട്ടെ, ഉച്ചക്കാവട്ടെ, വൈകിട്ടാവട്ടെ, ഇനി രാത്രി അറുക്കുന്നതാവട്ടെ, എന്നാൽ അതൊക്കെ ഉദ്ഹിയ്യത്ത് തന്നെയാവും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പല സംശയം, അപ്പോൾ രാത്രി ഇറക്കാവോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ശേഷം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആ തുടക്കം മുതലേ അത് ഓരോ സ്റ്റെപ്പായിട്ട് പോവാം. ഇനി കേട്ടോ, എൻ്റെ ഉമ്മമാര് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളാകുന്ന ഫാത്തിമ ബീവിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ നീ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയം, എങ്ങനെ ഫാത്തിമ ബീവിയോട് പറയാ, മോളെ നീ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയം, ആ അറുക്കുന്ന സമയത്ത് ആ കത്തി, ആ പിച്ചാത്തി കത്തി എവിടെ? ആ മൃഗത്തിൻ്റെ കഴുത്തിൽ വെച്ച് അറുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, ആ അറുക്കാൻ തുടങ്ങുന്ന സമയത്ത് നിന്റെ മുഴുവൻ പാപങ്ങളും നിന്റെ തെറ്റുകളെല്ലാം അല്ലാഹു തആല പൊറുത്തു തരും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു കൊടുക്കുന്നു. നബി തങ്ങൾ എന്തിനാ ഫാത്തിമ ബീവിയോട് പറയുന്നത്? അപ്പോൾ ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാകും? സ്ത്രീകളും ഉമ്മമാരും നമ്മുടെ സഹോദരിമാരും ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കണം. അതൊക്കെ ഞങ്ങൾക്കില്ല, അതൊക്കെ ഞങ്ങളുടെ കാക്കാമാർ, അതൊക്കെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അതൊക്കെ ഞങ്ങളുടെ മക്കൾ, ആമക്കൾ അവർ നോക്കിക്കോളും. ഞങ്ങൾ അതൊന്നുമില്ല. ഞങ്ങൾ കൊണ്ടുവരുന്ന ഇറച്ചി അത് കഴുകിയിട്ട് ഞങ്ങൾ അവർക്ക് വെച്ച് കൊടുക്കുന്നു. അതിന് മാത്രമല്ല, പെണ്ണുങ്ങൾ അങ്ങനെ മാത്രം മാറി നിന്നാൽ പറ്റൂല എന്ന് വെച്ചാൽ നാളെ മുതൽ ഞങ്ങൾ ഉണ്ട്, ഞങ്ങൾ വറക്കാൻ പോകണം എന്നല്ല പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണേ ഉമ്മമാരെ, നിങ്ങൾക്കും ഇതിൻ്റെ പ്രതിഫലം കിട്ടണം. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു അമലായി ഒതുക്കിക്കളഞ്ഞു പലരും, പല സ്ഥലത്തും അങ്ങനെയാക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ പരസ്യമായി സ്ത്രീകൾ പോയി അറക്കണം എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. മറിച്ച് നിങ്ങളും ഇതിൽ ഭാഗവാക്കാകണം. ഇതിൻ്റെ വിധി കേട്ടോ, അടിസ്ഥാനപരമായി നമ്മളൊക്കെ ശാഫി മദ്ഹബുകാരാൻ, അതുകൊണ്ട് അടിസ്ഥാനപരമായി ഇത് നമുക്ക് വളരെ ശക്തിമത്തായ സുന്നത്താണ്. നേർച്ചയാക്കിയാൽ നമുക്ക് നിർബന്ധമാണ്. പിന്നെയോ ഹനഫി മദ്ഹബ് പ്രകാരം ഇതെന്താണ്? വാജിബാണ് എന്ന് പോലും നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഹനഫി മദ്ഹബ് പ്രകാരം അവർക്ക് കഴിവായാൽ അത് വാജിബാണെന്ന് പോലും നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ നമുക്കിത്
ശക്തിമത്തായ സുന്നത്താണ്. ഇനി ആർക്കാണ് സുന്നത്താകുന്നത്? മുസ്ലിമായ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള പെരുന്നാൾ ദിവസം, വലിയ പെരുന്നാൾ ദിവസത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും വസ്ത്രം, ഭക്ഷണം, അതുപോലെ തന്നെ പാർപ്പിടം ഇതൊക്കെ കഴിച്ച് ബാക്കി ഉളഹിയത്തിനുള്ള ഒരു മൃഗത്തെ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു മൃഗത്തിൽ ഷെയർ ചേരാനോ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്ന ആൾക്ക് ഇത് അറുക്കൽ ശക്തിമത്തായ സുന്നത്താണ് എന്ന് നമുക്ക് കിതാബിൽ കാണാം. അതായത് ഇന്നത്തെ കാലത്ത് ആടിൽ നമുക്ക് ഷെയർ ചേരാൻ പറ്റൂല. മാട്, അതായത് പോത്ത്, പശു, കാള, എരുമ, ഈ മാട് വിഭാഗം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഷെയർ ചേരാൻ പറ്റും. ഷെയർ ചേരുകൾ എങ്ങനെയാണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ശേഷം പറയാം. അപ്പോൾ ഈ ഷെയർ ചേരാൻ ഇപ്പോൾ പല സ്ഥലത്തും പല ഷെയർ, ചിലപ്പോൾ 7000 രൂപ, 7500, 8000, 8500, 9000, 9500, ചിലപ്പോൾ 10000, ചിലപ്പോൾ സ്ഥലത്ത് 12000, അങ്ങനെ പല ഷെയറുകളും ഉണ്ടാകും. അതായത് മൃഗത്തിൻ്റെ വലിപ്പവും അതിൻ്റെ തൂക്കവും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരും, എന്തുമാവട്ടെ. അപ്പോൾ ഒരു ഷെയർ ചേരാൻ, ഒരു ഉദാഹരണം പറഞ്ഞാൽ 10000 രൂപ കൊടുക്കാൻ നമുക്ക് പറ്റും. എന്നിട്ടും നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വളരെയധികം ഗുരുതരമായ ഒരു തെറ്റാണ് ചെയ്യുന്നത്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ള ആളുകൾ മാത്രമായിരുന്നു ഈ ഒരു കർമ്മത്തിൽ ബന്ധപ്പെട്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ വാപ്പാമാർ, നമ്മുടെ ഉമ്മമാരുടെയൊക്കെ കാലത്തൊക്കെ അന്നത്തെ നാട്ടിൽ വളരെ വിരളമായിട്ടാണ്, ചില സ്ഥലങ്ങളിൽ, ചില പള്ളികളിൽ എല്ലാ വർഷവും ഇറക്കും. ചില വീടുകൾ, ചില തറവാട് വീടുകളുണ്ടാവും, അവിടെയൊക്കെ 1-2 മൃഗത്തെ ഇറക്കും. അപ്പോൾ അവിടെ നിന്ന് അറുക്കുന്ന ആ ഒരു ഉളഹിയത്തിൻ്റെ ഇറച്ചി കിട്ടാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവർക്കൊന്നും ഈ ഷെയർ ചേരാൻ പോയിട്ട്, ഒരു മൃഗത്തെ എടുക്കാൻ പോയിട്ട് ഒരു ഷെയർ ചേരാൻ പോലുമുള്ള പൈസ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അൽഹംദുലില്ലാ, നമുക്കൊക്കെ ഒരു 10000 രൂപ എടുക്കാൻ, ഒരു ഷെയർ ചേരാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട്, പല കുടുംബത്തിലുമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു താല വെറുതെ വിടില്ല, പടച്ചോൻ വെറുതെ വിടില്ല. ഉണ്ട്, നമുക്കൊക്കെ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും. ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷെയർ എങ്കിലും ചേർന്ന് ആ ഉളഹിയത്തിൻ്റെ കർമ്മത്തിൽ ഭാഗവാക്കാകണം, മറന്നു പോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്കും ഇതിൽ ഭാഗവാക്കാകാം. എങ്ങനെ? സ്ത്രീകൾക്ക് അറുക്കാമോ എന്ന് പലരും ചോദിച്ചു. സ്ത്രീകൾക്ക് ഉളഹിയത്ത് അറുക്കാമോ? പുരുഷന്മാരുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന, അവരാണ് ചെയ്യേണ്ടത്. ഇനി ഒരു നാട്ടിൽ ഒരു പുരുഷനും ഇല്ല എന്ന് വിചാരിക്കാം, ഒരൊറ്റ പുരുഷനുമില്ല, ഉണ്ട്, അവരൊക്കെ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിലോ അവരൊക്കെ വൃദ്ധന്മാരാണ്, അവരൊക്കെ കിടന്ന കിടപ്പിലാണ്, എങ്കിൽ അവിടെ ചെയ്യേണ്ടത്, ഉളഹിയത്ത് കർമ്മം നിർവഹിക്കേണ്ടത് സ്ത്രീകളാണ്. അപ്പോൾ പുരുഷന്മാരുള്ള സമയത്ത് നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുള്ള സാമ്പത്തിക, ഇപ്പോൾ എത്രയോ കുടുംബങ്ങളിൽ അല്ലേ, എത്രയോ ചില സഹോദരിമാരുണ്ടാകും, അവർ ചിലപ്പോൾ നല്ല ജോലിയുള്ളവരുണ്ടാവാം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആസ്തി ഉള്ളവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സമ്പത്തിൽ നിന്നും ഒരു വിഹിതം, അതായത് ഒരു 10000 രൂപ അല്ലെങ്കിൽ 9000 രൂപ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട്, ഇത് എൻ്റെ സുന്നത്തായ ഉളഹിയത്താണെന്ന് പറഞ്ഞു കൊടുത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ ഇതിൽ ഭാഗവാക്കാകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നാളെ പോയി ഉളഹിയത്ത് അറുക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണ്? അതിലൊരു ഷെയർ ചേരുക. നിങ്ങൾ ഭർത്താവിനോട് പറയുക, എനിക്കും ഈ പ്രാവശ്യം ഉളഹിയത്തിൽ ചേരാൻ താല്പര്യമുണ്ട്. ആയിക്കോട്ടെ, അതിന് എന്താ, നമുക്ക് ഈ പ്രാവശ്യം നിന്റെ പേരിലാവാം എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയർ, ഒരു 10000 രൂപ കൊണ്ടുപോയി പള്ളിയിൽ കൊടുക്കുക. ഇതെൻ്റെ ഭാര്യയുടെ സുന്നത്തായ ഉളഹിയത്തിൻ്റെ പൈസയാണ്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടും. ഇനിയും അങ്ങനെ വേണ്ട, ഒരു പുരുഷൻ ചേർന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ എൻ്റെ ഒരു 10000 രൂപ കൊണ്ടുപോയി പള്ളിയിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയും, ഇത് എൻ്റെ സുന്നത്തായ ഉളഹിയത്തിൻ്റെ ഒരു ഷെയർ, എൻ്റെ പൈസയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അപ്പം തന്നെ മനസ്സിൽ കരുതണം, പടച്ചോനെ, ഞാൻ എൻ്റെ പേരിൽ ഒരു ഷെയർ ചേർന്നിട്ടുണ്ട്. അല്ലാഹ്, ഞാൻ ഈ ഷെയർ ചേർന്നതിൻ്റെ പ്രതിഫലം, എൻ്റെ ഉളഹിയത്ത്, സുന്നത്തായ ഉളഹിയത്തിൻ്റെ പ്രതിഫലം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചിയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, അതുപോലെ എൻ്റെ മക്കളുണ്ട്, എൻ്റെ വാപ്പയുണ്ട്, അവർക്കും ഇതിൻ്റെ പ്രതിഫലം നീ കൊടുക്കണേ എന്ന് ഞാൻ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അവർക്കും അതുപോലത്തെ പ്രതിഫലം കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉളഹിയത്ത് ചേർന്നു, ഞാൻ എൻ്റെ പേരിലാണ് ഉളഹിയത്ത് ചേർന്നത്. ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ ഭാര്യയുടെ പേരിൽ ഞാൻ ഒരു 10000 രൂപ കൊണ്ടുപോയി പള്ളി കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയുടെ സുന്നത്തായ ഉളഹിയത്തിൻ്റെ പൈസയാണ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ഭാര്യയ്ക്ക് ആ ഉളഹിയത്തിൻ്റെ അർത്ഥ പ്രതിഫലം കിട്ടും. അപ്പോൾ അങ്ങനെ സ്ത്രീകളും ഇതിൽ ഭാഗവാക്കാകുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു അമലല്ല, എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന അമലാണ്. അതുകൊണ്ട് നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയാം, ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രതിഫലം വേണം.
ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട്, അവർ വർഷാവർഷം അറക്കും, സ്വന്തത്തിന് വേണ്ടി അറക്കും. അങ്ങനെയല്ല, നമ്മൾ സ്വന്തത്തിന് വേണ്ടി അറക്കും. കഴിഞ്ഞ വർഷം നമുക്ക് വേണ്ടി അറുത്തു, അതിന് മുമ്പത്തെ വർഷവും നമ്മുടെ പേരിൽ അറുത്തു, ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയുടെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാടെ പേരിൽ, അവർക്കൊക്കെ അറക്കുക. ഉമ്മാടെ പേരിൽ എന്ന് പറഞ്ഞാൽ മരിച്ചുപോരോ അല്ല, ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വേണ്ടി അറക്കുക. ഉമ്മാടെ അനുവാദമുണ്ട്, മോനെ ഈ പ്രാവശ്യം എനിക്ക് വേണ്ടി നീ ഒരു ഉദുഹയ്യത്ത് അറക്കട എന്ന് ഉമ്മ പറഞ്ഞാൽ നമ്മൾ ചെയ്യുക, ഒരു മൃഗത്തിൽ ഷെയർ ചേരുക. എന്നിട്ട് ആ പൈസ കൊടുക്കുമ്പോൾ മനസ്സിൽ കരുതണം, ഇത് എൻ്റെ ഉമ്മയുടെ സുന്നത്തായ ഉദുഹയ്യത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചേരുക. അപ്പോൾ ഉമ്മാക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ നമുക്ക് മാത്രമായിട്ടല്ല, പുരുഷന്മാർ ശ്രദ്ധിക്കുക, നമുക്ക് മാത്രമായിട്ടല്ല, നമ്മുടെ വീട്ടിലുള്ളവരെ കൂടി പരിഗണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉദുഹയ്യത്ത് അറക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ ഞാനുണ്ട്, എൻ്റെ അനുജനുണ്ട്, ഞങ്ങളൊക്കെ ഒരു ജോയിൻറ്റ് ഫാമിലി. എന്നെ വെച്ച് ഉദാഹരണം പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞങ്ങളൊക്കെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, എൻ്റെ അനുജൻ ജോലി ചെയ്യുന്നു, എൻ്റെ വാപ്പ ജോലി ചെയ്യുന്നു, ഞങ്ങൾ 3 പേരും ജോലിക്കാരൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരു 10,000 രൂപ മാറ്റിയിട്ട് ഉദുഹിയ്യത്ത് കർമ്മത്തിൽ ചേർന്നു. അതുകൊണ്ട് മാത്രമായില്ല, കാരണം എൻ്റെ അനുജനും ജോലിക്കാരനാണ്, അവനിക്കും സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ അവൻ്റെ ശമ്പളത്തിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 12,000 രൂപ അല്ലെങ്കിൽ 9,000 രൂപ അവനിക്കും മാറ്റാൻ പറ്റുമെങ്കിൽ അവനും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ വാപ്പക്കും വാപ്പയുടെ പൈസയിൽ നിന്നും ശമ്പളത്തിൽ നിന്നും ഒരു 10,000 രൂപ മാറ്റാൻ സാധിക്കുമെങ്കിൽ വാപ്പയും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ ഷെയർ ചേർന്നിട്ട് ഒഴിവായി പോകാം എന്ന് വിചാരിക്കണ്ട. ആർക്കൊക്കെ കഴിവുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്, എന്താ, മൻ കാന ലഹു സഅത്തുൻ, ഒരു മനുഷ്യൻ ഒരാൾക്ക് കഴിവായാൽ, അതായത് ഒരു മൃഗത്തെ അറുക്കാൻ, ഒരു ആടിനെ അറുക്കാൻ കഴിവായാൽ, അല്ലെങ്കിൽ ഒരു പോത്ത് ഒരു 80,000 രൂപ 70,000 രൂപ മുടക്കിയിട്ട് ഒരു പോത്തിനെ ഒരു മാടിനെ വാങ്ങിയിട്ട് ഉദഹിയ്യത്ത് അറുക്കാൻ കഴിവായാൽ, പോട്ടെ ആടിനെ വാങ്ങാനും പൈസയില്ല, ഒരു പോത്തിനെ വാങ്ങാനും പൈസയില്ല, അല്ലെങ്കിൽ അവനിക്ക് എന്ത് ചെയ്തു, ഒരു ഷെയർ ചേരാൻ, അതായത് ഒരു 7,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ അല്ലെങ്കിൽ 9,000 രൂപ 10,000 രൂപ കൊടുത്ത് ഷെയർ ചേരാൻ അവനിക്ക് പറ്റി, മൻ കാന ലഹു സഅത്തുൻ, അവനിക്ക് കഴിവുണ്ട്, എന്നിട്ടോ വലം യുദഹി, എന്നിട്ട് അവൻ 10,000 രൂപയൊക്കെ കൊടുത്ത്, അപ്പോൾ 10,000 രൂപ പോവില്ലേ, നമുക്കിപ്പോൾ 10,000 രൂപ കൊടുത്തിട്ട് ഉദഹിയ്യത്ത് ചേരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ നിനക്ക് നമുക്ക് ഇറച്ചി കിട്ടും, ഉദഹിയ്യത്തിൻ്റെ ഇറച്ചി കിട്ടും എന്ന് പറഞ്ഞ് വലം യുദഹി, അവൻ ഉദഹിയ്യത്ത് അറുത്തില്ല, അവനിക്ക് മടിയാണ്, അല്ലെങ്കിൽ എന്താണ്, അവനിക്ക് പൈസ പോകുന്നുള്ള ഒരു പേടിയാണ്, എങ്കിൽ ഫൽ യഖ്റബന്ന മുസല്ലാന, അവൻ വലിയ പെരുന്നാൾ ദിവസത്തിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരണ്ടാന്ന് നബി തങ്ങളുടെ ഹദീസാണ്. ഒരു പിണക്കത്തിന്റെ വാക്ക് നബി അവിടെ പറഞ്ഞു. അതായത് അവൻ നിസ്കരിക്കാൻ വരണ്ട, കാരണം എന്താ, അവൻ ഉദഹിയ്യത്ത് അറുത്തിട്ടില്ല. ബലിപെരുന്നാൾ ദിനത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പുണ്യമുള്ള കർമ്മം അതെന്താണ്, ബലിയെറുക്കലാണ്, ഉദഹിയ്യത്ത് അറുക്കലാണ്. അതുകൊണ്ട് കഴിവുണ്ടായിട്ടും ബലികർമ്മം നടത്താത്തവൻ നിസ്കരിക്കാൻ വേണ്ടി വരണ്ടെന്നാണ് മുത്ത് റസൂൽ മറ്റൊരു ഹദീസിൽ, വഇൻഷാ യഹൂദിയൻ വഇൻഷാ നസ്രാനി, അവൻ മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ യഹൂദിയായിട്ടോ നസ്രാണിയായിട്ടോ മരിക്കുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് ഉദഹിയ്യത്ത്. ഉദഹിയ്യത്ത് അത് ഞങ്ങൾക്കുള്ളതല്ല, ഒക്കെ പൈസക്കാർ ചെയ്യേണ്ടതാ എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ലേ, ഇതൊക്കെ ഗൗരവമുള്ളതാണ്. പലരും ഒഴിഞ്ഞു മാറാൻ നിൽക്കണ്ട. അപ്പോൾ ഉദഹിയ്യത്ത് ുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, ഉസ്താദേ ഞങ്ങൾ പള്ളിയിലേക്കൊന്നും ഇങ്ങനെ കൊടുക്കാറില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് ആളുകൾ, ഞങ്ങളുടെ കുടുംബത്തിലെ ഞാൻ, എൻ്റെ അനുജൻ, എൻ്റെ അളിയൻ, ഞങ്ങൾ ഒരു 5-6 പേര് ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ 3-4 പേര് ചേർന്നിട്ടൊരു പോത്തിനെ വാങ്ങിച്ച് അറുക്കലാണ് പതിവ്, ഞങ്ങൾ പള്ളിയിലേക്ക് നിങ്ങൾ കൊടുക്കാറില്ല. ആയിക്കോട്ടെ, അത് മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെയർ ചേരാൻ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ, ഒരു 10,000 രൂപയ്ക്കേ നമുക്ക് പറ്റുന്നുള്ളൂ എങ്കിലാണ് ഞാൻ പറഞ്ഞത്, പലരും ഇപ്പം എന്താ ചെയ്യുക, നേരെ പള്ളിയിലേക്ക് ഷെയർ ചേരലാണ് പതിവ്. അങ്ങനെ ചെയ്യാം. ഇനി വേണ്ട, ഒരാൾക്ക് ഒരു 20,000 രൂപ എടുക്കാൻ പറ്റും, മറ്റൊരാൾക്ക് ഒരു 20,000 രൂപ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു 3-4 പേര് കൂടി ഒരു 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ, ഒരു കുടുംബത്തിലെ 3-4 പേര് കൂടി ചേർന്ന് ഒരു പോത്തിനെ വാങ്ങിച്ചറക്കുക, എങ്കിൽ അത് മതി. അതായത് 7 പേര് ചേർന്നിട്ട് ഒരു കുടുംബത്തിലെ ഞാൻ, എൻ്റെ വാപ്പ, അതുപോലെ തന്നെ എൻ്റെ അനുജൻ, എൻ്റെ മൂത്തളിയൻ, എൻ്റെ ഇളയളിയൻ, അതുപോലെ തന്നെ എൻ്റെ കൊച്ചാപ്പ, അതുപോലെ എൻ്റെ മൂത്താപ്പ, ഇങ്ങനെ 7 പേര്, ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ 7 പേര്, ഈ 7 പേര് ചേർന്നിട്ട് ഒരു പോത്തിനെ വാങ്ങിച്ച് ഞങ്ങൾ അറുക്കുന്നു, മതി. അപ്പം കഴിവുള്ളവർ ആരൊക്കെയാണ്? കഴിവുള്ളവർ അത് ഷെയർ ചേരാനാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൃഗത്തെ വാങ്ങാനുള്ള പൈസ ഉള്ളവരാരാണോ അവർ വാങ്ങിച്ചറുക്കട്ടെ.
പള്ളിയിലേക്ക് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ചില ആളുകൾക്ക് പള്ളിയെ കൊടുക്കില്ല, സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ അറുക്കുന്നവരുണ്ടാകും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കഴിവുള്ളവർ അവർ ഒരു പോത്തിനെ വാങ്ങിച്ച് ഒരു ഉരുവിനെ വാങ്ങാൻ കഴിവുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അതിന് പറ്റാത്തവർ എന്ത് ചെയ്യുക, ഒരു ഷെയറെങ്കിലും ചേർന്ന് അറുക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. പലർക്കുമുള്ള മറ്റൊരു സംശയമാണ്, ഉസ്താദേ കഴിഞ്ഞ വർഷം ഞാൻ ഉളുഹിയ്യത്ത് അറുത്തു, ഈ വർഷവും ഉളുഹിയ്യത്ത് അറുക്കണോ? ഒരാൾ ഒരു വർഷം ഉളുഹിയ്യത്ത് അറുത്താൽ 7 വർഷം തുടർച്ചയായി അറുക്കണം എന്ന് പറഞ്ഞു, അത് ശരിയാണോ? അങ്ങനെയില്ല. ഈ വർഷം ഞാൻ അറുത്തു ഉളുഹിയ്യത്ത്, ഉദാഹരണം, എങ്കിൽ ഞാൻ അടുത്ത വർഷം അതിൻ്റെ പിന്നത്തെ വർഷം ഉളുഹിയ്യത്ത് അറുക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷേ എനിക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ ഞാൻ അറുക്കൽ സുന്നത്താണ്, ഞാൻ അറുക്കണം, സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ. ഇനി മറ്റൊരു സംശയം, ഉസ്താദേ 7 പേർക്കാണല്ലോ ഷെയർ ചേരാൻ പറ്റുക. അപ്പോൾ ഒരാൾ ഒരു ഷെയർ ചേർന്നു എങ്കിൽ വരുന്ന മറ്റ് 6 വർഷവും അയാൾ ഷെയർ ചേരണം, എന്നാലേ ഉളുഹിയ്യത്തിൻ്റെ പ്രതിഫലം കിട്ടൂ, ഒരു പോത്തിന് അറുത്ത പ്രതിഫലം കിട്ടൂ. അങ്ങനെയുണ്ടോ? അങ്ങനെയുമില്ല. അതായത് ഒരാൾ ഒരു വർഷം ഒരു പോത്തിനെ ഉളുഹിയ്യത്ത് അറുക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഷെയർ ചേരട്ടെ, അല്ലെങ്കിൽ ഒരു ആടിനെ ഉളുഹിയ്യത്ത് അറുക്കട്ടെ, അവനിക്ക് ആ വർഷം അറുത്ത പ്രതിഫലം കിട്ടും. പിന്നെ അടുത്ത വർഷം അവനിക്ക് കഴിവുണ്ടെങ്കിൽ അവൻ അറുക്കട്ടെ, കഴിവില്ലെങ്കിൽ അവൻ അറുക്കണ്ട. ബസ് തീർന്നു. അല്ലാതെ 7 വർഷം തുടർച്ചയായി അറുത്താലേ ഒരു പോത്തിനറുത്ത പ്രതിഫലം കിട്ടും, അതൊക്കെ വെറുതെ ആരൊക്കെ പറയുന്നതാണ്, അത് മൈൻഡ് ചെയ്യണ്ട. ഇനി ഏതൊക്കെ അറുക്കാം? ആടിനെ അറുക്കാം. അതുപോലെ മാട് നമ്മൾ പറഞ്ഞു, എരുമ, പോത്ത്, കാള, പശു. ഒട്ടകം നമ്മുടെ നാട്ടിലില്ല, അതുകൊണ്ട് അതിൻ്റെ ചർച്ചയില്ല. ഇനി ആട് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. ആടിനെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കോലാടാണ്. കോലാടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഉള്ളത്, കോലാടാണ്. അതുകൊണ്ട് 2 വയസ്സ് പൂർത്തിയാവണം. 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിലേക്ക് കടന്ന ആടായിരിക്കണം. നെയ്യാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയായി 2ാമത്തെ വയസ്സിലേക്ക് കടന്നതാവണം. മാട് ആണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കണം. ഈ വയസ്സ് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ 1 വയസ്സുള്ള ഈ പോത്തിനെ കൊണ്ടുവന്ന് അറുത്താൽ, അല്ലെങ്കിൽ 1 വയസ്സുള്ള കോലാടിനെ കൊണ്ടുവന്ന് അറുത്താൽ ഉളുഹിയ്യത്ത് ആവൂല, അറുക്കലാകും, ഉളുഹിയ്യത്തിൻ്റെ പ്രതിഫലം കിട്ടൂല. അതായത് വുളു ഇല്ലാതെ നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടുമോ? ഇല്ലല്ലോ. അതുപോലെയാണ്. ഒതു ഇല്ലാതെ നിസ്കരിച്ചാൽ കൂലി കിട്ടോ? ഇല്ല, പകരം ശിക്ഷയാണ് കിട്ടുന്നത്. എന്നതുപോലെ വയസ്സ് പൂർത്തിയാവാത്ത മൃഗത്തെ അറുത്താൽ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം, 3ാമത്തെ വയസ്സിലേക്ക് കിടക്കണം. അതൊക്കെ എങ്ങനെ അറിയും? അത് അറിയാവുന്ന ആളുകളായിട്ട് പോകണമെന്നേ, അല്ലാതെ ഇത് പോയി അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരല്ല. എന്താണ് ഇതൊരു ടെക്സ്റ്റൈൽ പരിപാടിയല്ല, പോയി ഇപ്പോൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരില്ല. ഇത് അവിടെ ചെന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചോദിക്കണം. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ആയിരിക്കും, അണ്ണാ ഇത് 2 വയസ്സ് ഇറുക്ക എന്നൊക്കെ ചോദിക്കണം. ഇത് 2 വയസ്സ് ഇറുക്ക, ഇത് 2 വയസ്സുണ്ടോ, പൂർത്തിയായതാണോ എന്നൊക്കെ ചോദിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അറുപതാരുണ്ടാകും, കുറച്ച് ചായയും അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെയും കൂടെ കൊണ്ടുപോകണം. അവരെയും കൂടെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക, ഇത് 2 വയസ്സുണ്ട്, ഇതില്ല കേട്ടോ, ഇത് 1.5 ആയിട്ടുണ്ടാവുള്ളൂ. അവർക്കറിയാൻ പറ്റും. അതിനെ വളർത്തിയൊക്കെ പരിചയമുള്ള, അല്ലെങ്കിൽ അതിനെ അറുക്കുന്ന ഈ അറവുകാർക്കൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള സഹോദരന്മാർക്ക് അവരോട് ചോദിക്കണം, 2 വയസ്സായതാണോ എന്ന് ചോദിച്ചിട്ട് ഉറപ്പാക്കിയിട്ടേ വാങ്ങാവൂ. ചില സ്ഥലത്തൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കണ്ടതാണ്, പല സ്ഥലത്തൊക്കെ ഈ പല മഹല്ലുകളിലും ഭയങ്കര വാശിയാണ്. അവിടെ 1 ഇറക്കുമ്പോൾ ഇവിടെ 2, അവിടെ 200 ഇറക്കുമ്പോൾ ഇവിടെ 250, ഇവിടെ 250 ഇറക്കുമ്പോൾ അവിടെ 300, അങ്ങനെ വാശിക്ക് ഇറക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം? മാടിനെ കിട്ടൂല, പകരം 1 വയസ്സുള്ളതും 1.5 വയസ്സുള്ളതും ചെറിയ മാട്, ചെറിയ പോത്തിനേക്ക് ഇട്ട് അറക്കുക. ഉളുഹിയ്യത്താവൂല, അറക്കലാകും, ഉളുഹിയ്യത്താവൂല. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇനി ചില ന്യൂനതകളുള്ള മൃഗങ്ങൾ പാടില്ല. അതായത് മാംസം തീരെ കുറഞ്ഞത്, മെലിഞ്ഞൊട്ടിയത്, ഭ്രാന്തുള്ളത്, ചെവി, നാവ്, അകിട്, വാല് എന്നിവ മുറിച്ചു കളഞ്ഞത്, കാഴ്ചയില്ലാത്തത്, വ്യക്തമായി മുടന്തുള്ളത്, ശക്തിയായ രോഗമുള്ളത്, ചൊറി ബാധിച്ചത്, എല്ലൊടിഞ്ഞത്, ജന്മനാ ചെവിയില്ലാത്തത്, ഗർഭിണിയായത്, ഇതൊന്നും പറ്റൂല. ഇനി അറുക്കേണ്ട സമയം കേട്ടോ, ബലിപെരുന്നാൾ ദിവസം. ബലിപെരുന്നാൾ, അതായത് ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ ദിവസത്തിലെ
സൂര്യൻ ഉദിച്ച് 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം, അതുപോലെ തന്നെ 2 ഖുതുബ ഒക്കെ നിർവഹിക്കാൻ ആവശ്യമായ സമയം കഴിഞ്ഞത് മുതലാണ് ഇതിൻ്റെ ഈ ഒരു ടൈം തുടങ്ങുന്നത്, ബലിയെറുക്കേണ്ട ടൈം തുടങ്ങുന്നത്. അതായത് ദുൽഹിജ്ജ 10ാമത്തെ ദിവസം പെരുന്നാൾ ദിവസം പെരുന്നാളൊക്കെ നിസ്കരിച്ച്, പെരുന്നാൾ നിസ്കരിക്കേണ്ട എപ്പോഴാണ്? സുബഹി കഴിഞ്ഞ് ഉടൻ തന്നെ നിസ്കരിക്കലല്ല, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചിട്ട് വേണം പെരുന്നാൾ നിസ്കരിക്കാൻ. അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് പെരുന്നാൾ നിസ്കരിച്ച് ഖുതുബയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിനെ അറുക്കാൻ. ദുൽഹിജ്ജ 10, ദുൽഹിജ്ജ 11, ദുൽഹിജ്ജ 12, ദുൽഹിജ്ജ 13, 1-ാം പെരുന്നാൾ, 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ, 4-ാം പെരുന്നാൾ. ഈ 4-ാം പെരുന്നാളിൻ്റെ മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം വരെയാണ് അറുക്കേണ്ട ലാസ്റ്റ് ടൈം. ഇനി പ്രധാനപ്പെട്ട ചില സംശയങ്ങളുണ്ട്, വേഗത്തിൽ പറയാം. ഉളഹിയത്ത് അറുത്തവർക്ക് അല്ലെങ്കിൽ ഉളഹിയത്ത് ഷെയർ ചേർന്നവർക്ക് ആ മൃഗത്തിൽ നിന്നും കഴിക്കാമോ? അതിൻ്റെ ഇറച്ചി കഴിക്കാമോ? കഴിക്കാം. സുന്നത്തായ ഉളഹിയത്താണെങ്കിൽ കഴിക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നീയത്ത് വെക്കുമ്പോൾ ഈ ഒരു വാചകം പറയണം. എപ്പോഴും പറയേണ്ടത് എങ്ങനെയാണ്? ഉളഹിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീയത്ത് വെക്കുക. നീയത്ത് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എൻ്റെ സുന്നത്തായ ഉളഹിയത്ത് എന്ന് പറയും. ഇതെൻ്റെ ഉളഹിയത്താണ് എന്ന് പറയാൻ അങ്ങോട്ട് കൊടുക്കലല്ല, ഇതെൻ്റെ സുന്നത്തായ ഉളഹിയത്താണ്, ഇതെൻ്റെ ഉളഹിയത്തിൻ്റെ പൈസയാണ് കേട്ടോ എന്ന് പറയാൻ അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ, അത് നേർച്ചയായ അല്ലെങ്കിൽ നിർബന്ധമായ ഉളഹിയത്തായി മാറും. അപ്പം എന്താ പറയേണ്ടത്? ഇതെൻ്റെ സുന്നത്തായ ഉളഹിയത്താണ്. സുന്നത്തായ ഉളഹിയത്ത് അതിൽ നിന്നും നമുക്ക് കഴിക്കാം. കഴിച്ച് കുറച്ചെടുത്തിട്ട് ബാക്കി മറ്റുള്ളവർക്ക് കൊടുക്കലാണ് നല്ലത്. പിന്നെ നേർച്ചയാക്കിയ ഉളഹിയത്താണ്. ചില ആൾക്കാർ കരുതാറുണ്ട്, ചില മൃഗത്തെ വാങ്ങി ഇങ്ങനെ വളർത്തും, എന്നിട്ട് പറയും ഇത് അടുത്ത വർഷത്തുള്ള ഉളഹിയത്താണ്, ഞാൻ നേർച്ചയാക്കിയതാണ്. അങ്ങനെ ആടിനെയൊക്കെ നേർച്ചയാക്കാറുണ്ട് ഉളഹിയത്തിന് വേണ്ടി. അങ്ങനെ നേർച്ചയാക്കിയ മൃഗത്തിൽ നിന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. നമുക്ക് കഴിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളായ ധനികന്മാർക്ക് പോലും കൊടുക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെ മുസ്ലിമീങ്ങളായ ധനികന്മാർക്ക് പോലും നേർച്ചയാക്കിയ ഉളഹിയത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. അതൊക്കെ മുഴുവനും പാവപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു സംശയമുണ്ട്, അതും ചേർത്ത് പറയാം. അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാമോ? ഇത് നമ്മുടെ ഈ ഉളഹിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇബാദത്താണ്, ആരാധനയാണ്. അതുകൊണ്ട് ഇതൊരു ആരാധനയായതുകൊണ്ട് ഇത് മറ്റുള്ള മതസ്ഥർക്കും കൊടുക്കാൻ പാടില്ല. ഇതൊരു വർഗീയതയായിട്ട് ആരും കാണണ്ട. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിർബന്ധമായ ഉളഹിയത്ത്, നേർച്ചയാക്കിയ ഉളഹിയത്തിൻ്റെ മാംസം അത് അമുസ്ലിമീങ്ങൾക്ക് പോയിട്ട് മുസ്ലിമീങ്ങളുടെ ധനികന്മാർക്ക് പോലും കൊടുക്കാൻ പാടില്ലെന്നാണ് നിയമം. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാം. നമ്മുടെ സാധാ ഒരു പോത്തിനെ വാങ്ങിച്ചറുത്തു അവർക്ക് കൊടുക്കാം, അതവർക്ക് സന്തോഷം, അത് കൊടുക്കാം. അതല്ലാതെ ഇതൊരു ഇബാദത്തായതുകൊണ്ട് വേവിച്ചിട്ടാണെങ്കിലും അല്ലാതെയും കൊടുക്കാൻ പാടില്ല. ഇതാണ് ഷാഫിഈ മദ്ഹബിൻ്റെ നിയമം കേട്ടോ, അത് മനസ്സിലാക്കി വെക്കുക. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏത് ആരാധന കർമ്മമെടുത്താലും അതിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നീയത്ത് എന്നുള്ളത്. നീയത്തില്ലാതെ ഒരു കർമ്മവുമില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്ന നീയത്തനുസരിച്ചാണ്. അപ്പോൾ ഉളഹിയത്ത് കർമ്മത്തിലും പ്രധാനപ്പെട്ടത് അത് നീയത്താണ്. എങ്ങനെ നീയത്ത് എങ്ങനെയാണ്? ആദ്യം നീയത്ത് എങ്ങനെയാണെന്ന് പഠിക്കാം. അതായത് നവൈത്തു സുന്നത്തൽ ഉളുഹിയ, ഇതാണ് നീയത്ത്. എങ്ങനെ? നവൈത്തു സുന്നത്തൽ ഉളുഹിയ, എൻ്റെ സുന്നത്തായ ഉളുഹിയത്തിനെ ഞാൻ നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ഉളുഹിയത്ത് എന്ന സുന്നത്തിനെ ഞാൻ കരുതുന്നു, ഉളുഹിയത്ത് എന്ന സുന്നത്തിന് ഞാൻ നീയത്ത് ചെയ്തു. ഇങ്ങനെ പല രൂപത്തിലും നമുക്കെന്ത് ചെയ്യാം? നീയത്ത് വെക്കാം. നീയത്ത് നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്, മനസ്സിൽ എന്തായാലും നമ്മൾ കരുതിയിരിക്കണം. അപ്പം ഇതാണ് നീയത്ത്. ഈ നീയത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? ഒന്നുകിൽ നമ്മൾ പൈസ കൊടുക്കൂലേ, നമ്മൾ പൈസ കൊടുക്കും. ഇപ്പോൾ ഷെയർ ചേരുന്ന ആളുകളാണെങ്കിൽ ഷെയർ ചേർന്നിട്ട് നമ്മളെ 10,000 രൂപ അല്ലെങ്കിൽ എത്രയാണോ ഷെയറിൻ്റെ പൈസ, ആ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ഈ നീയത്ത് മനസ്സിൽ കരുതുക, നാവ് കൊണ്ട് പറയുക. അത് അല്ലെങ്കിൽ മൃഗത്തെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ മൃഗത്തെ, ഒരുപാട് മൃഗങ്ങളുണ്ട്, ഇങ്ങനെ വേർതിരിക്കൂല, ഇത് ഇന്നാളുടെ അറുക്കുന്ന മൃഗമാണ്, ഇത് ഇന്നാളുടെയാണ്, അങ്ങനെ വേർതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അറുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നീയത്ത് മനസ്സിൽ കരുതിയിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ഷെയർ ചേർന്ന ആളുകൾ എല്ലാവരും അറുക്കുന്ന സമയത്തുണ്ടാവണോ? ഈ ഷെയർ ചേരൽ എങ്ങനെയാണ്? അതായത് ആടിനെ ഒറ്റ ആൾക്കേ അറുക്കാൻ പറ്റൂ. അതായത് ഒരാൾക്കേ ആടിൽ ഉളുഹിയത്തുള്ളൂ. 7 പേര് ചേർന്നിട്ട് ഒരു ആടിനെ അറുക്കാൻ പറ്റൂല, ഒരാൾക്ക് ഒരാട് പറ്റുള്ളൂ. പിന്നെ ഈ ഒട്ടകത്തിൽ 7 പേർക്ക് പറ്റും. ഒട്ടകം നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല.
പിന്നെ നമുക്കിനിയുള്ളത് മാടാണ്. മാടിനെ നമുക്ക് 7 പേര് ചേർന്നിട്ട് അറുക്കാം. ഒന്നുകിൽ 7 പേര്, അല്ലെങ്കിൽ 7 പേരില്ല 6 പേരാണെങ്കിൽ മതി, 5 പേര് അല്ലെങ്കിൽ 4 പേര്, 2 പേര്, ഒരാൾ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മാടിൽ ഷെയർ ചേരാൻ പറ്റുക. 7നേക്കാൾ അധികരിച്ച് ആളുകൾക്ക് ചേരാൻ പറ്റില്ല. അതായത് ഒരു മൃഗത്തിൽ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ 10 പേരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങും. 10,000 രൂപ വെച്ച് 10 പേരുടെ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു പോത്തിനെ വാങ്ങിച്ച് അങ്ങോട്ട് അറക്കും. അത് ശരിയാവില്ല. 7 പേര് ആരൊക്കെയാണെന്ന് കൃത്യമാക്കണം. ഇന്നാൾ സെയ്ദാലി, മുഹമ്മദ് അലി, അതുപോലെ നവാസ്, സത്താർ, ജബ്ബാർ, ഇങ്ങനെ 7 പേരുടെ ലിസ്റ്റ് അവിടെ വായിക്കണം. നിങ്ങളുടെ ഉളഹിയ്യത്തിൻ്റെ മൃഗമാണ് കേട്ടോ അതേ അറക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വ്യക്തമാക്കണം. ആ നിൽക്കുന്ന ഉളഹിയ്യത്ത് ഈ 7 പേരുടേതാണ്, ഈ നിൽക്കുന്ന ഉളഹിയ്യത്ത് മൃഗം ഇത് 7 പേരുടേതാണ്. അങ്ങനെ വ്യക്തമായി നമ്മൾ ഉളഹിയ്യത്തിനെ തരം തിരിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുക. പിന്നെ ഈ ഷെയർ ചേർന്ന ആളുകൾ അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഉണ്ടാവൽ ഏറ്റവും നല്ല സുന്നത്താണ്, ഏറ്റവും നല്ല സുന്നത്താണ് കേട്ടോ. അത് മനസ്സിലാക്കി. 7 പേരും നീയത്ത് വെക്കണം. 7 പേരും നീയത്ത്. ചില ആളുകൾ ഗൾഫിൽ നിന്നുള്ള ആളുകൾ, അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ അക്കൗണ്ടിലേക്കൊക്കെ പൈസ ഇട്ട് കൊടുക്കുമ്പോൾ ആ സമയത്ത് നീയത്ത് കരുതുക. എൻ്റെ സുന്നത്തായ ഉളഹിയ്യത്തിൻ്റെ പൈസ ഞാനിതാ കൊടുക്കുന്നു റബ്ബേ, ഇതെൻ്റെ സുന്നത്തായ ഉളഹിയ്യത്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുക. എന്നിട്ടോ അറുക്കുന്ന സമയത്ത് ആരാണോ അറുക്കുന്നത് അയാൾ കരുതണം, ഇത് ഈ മൃഗത്തിൽ ഷെയർ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെയും ഈ ബാക്കിയുള്ള 6 പേരുടെയും സുന്നത്തായ ഉളഹിയ്യത്ത് ഞാൻ അറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉളഹിയ്യത്ത് അറുക്കണം കേട്ടോ. 7 പേരും അവിടെ ഉണ്ടാവൽ നിർബന്ധമൊന്നുമില്ല. ഉണ്ടാവൽ നല്ലതാണ്, പ്രത്യേകം നല്ലതാണ്, സുന്നത്താണ്. പിന്നെ അറുക്കുന്ന ആളുകൾ നഖം, മുടി അവർ എന്ന് മുതലാണ് വെട്ടാൻ പാടില്ലാത്തത്? ദുൽഹിജ്ജ 1 മുതൽ. ദുൽഹിജ്ജ 1 മുതൽ അറുക്കുന്ന ഈ മൃഗത്തെ എപ്പോഴാണോ അറുക്കുന്നത്, അവരുടെ ഉളഹിയ്യത്ത് മൃഗത്തെ എപ്പോഴാണോ അറുക്കുന്നത് ആ സമയം വരെ അവരുടെ മുടി, നഖം, അതുപോലെ മറ്റു രോമങ്ങളൊന്നും വെട്ടാൻ പാടില്ല. അതെന്തിനാണ്? ആ ബറക്കത്ത്, അതായത് ഉളഹിയ്യത്ത് മുഖേന നമുക്ക് കിട്ടുന്ന ബറക്കത്തും പാപമോചനങ്ങൾ മുഴുവനും ശരീരത്തിന് ആ സമയത്തുള്ള മുഴുവൻ രോഗങ്ങൾക്ക് പോലും കിട്ടാൻ വേണ്ടിയാണ്. ഉളഹിയ്യത്തിൻ്റെ മാംസം ഒരിക്കലും നമ്മൾ വിൽക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ വിൽക്കാൻ പാടില്ല. പിന്നെ എന്താണോ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മൾ ഷെയർ ചേർന്ന് അങ്ങനെ ഒരുപാട് ഇറച്ചി കിട്ടുമ്പോൾ ഫ്രിഡ്ജ് മുഴുവനും നിറഞ്ഞു. ഇനി എന്ത് ചെയ്യും? പതുക്കെ എന്ത് ചെയ്യാം, അപ്പുറത്തെ വീട്ടുകാർക്ക് വിൽക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വിൽക്കാൻ പാടില്ല. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഉളഹിയ്യത്തിൻ്റെ ഇറച്ചി അത് പിന്നെ ഫ്രിഡ്ജ് വെക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഫ്രിഡ്ജ് വെക്കാം, അല്ല അപ്പം എന്ത് ചെയ്യും? ഫ്രിഡ്ജ് വെക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് വേഗത്തിൽ തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ കഴിച്ചു തീർക്കണം, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് കേടുകൂടാതെ എത്ര നാളിരിക്കും നമുക്ക് അങ്ങനെ പതിയെ ഉപയോഗിച്ച് തീർക്കാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ തിന്നു തീർക്കണം, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ രാത്രി അറുക്കാമോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഉളഹിയ്യത്ത് രാത്രി അറുക്കാം, പക്ഷെ കറാഹത്താണ്, നല്ലതല്ല. എന്നാലും നമുക്കിപ്പോൾ സാഹചര്യം, ഇപ്പോൾ അറവുകാരൊക്കെ ചിലപ്പോൾ രാത്രിയായിരിക്കും നമുക്കൊന്ന് കിട്ടുക. നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ രാത്രിയാവാം, അവർക്ക് വേറെ അറവൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് രാത്രിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അവരെ വെച്ച് നമുക്ക് രാത്രി അറുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഉളഹിയ്യത്തിൻ്റെ നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്ക് അറുക്കാമെന്ന്. സ്ത്രീകൾക്ക് അറുക്കാം, വൃദ്ധന്മാർക്ക് അറുക്കാം, പിന്നെ കണ്ണിന് കാഴ്ചയില്ല അവർക്കും ഒക്കെ അറുക്കാം. പക്ഷെ മറ്റുള്ളവർ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കലാണ്, അതായത് പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരറുക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഉളഹിയ്യത്തിൻ്റെ മൃഗം ആ മൃഗത്തെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയണം. എന്ത്? തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന് ആ മൃഗത്തെ എപ്പോഴൊക്കെ കാണുന്നു ആ സമയത്ത് പറയൽ സുന്നത്താണ്. പിന്നെ അറുക്കുന്ന സമയത്ത് ചില സുന്നത്തുകളുണ്ട്. എന്ത് പറയണം? ബിസ്മി പറയണം. അറുക്കുന്ന ആള് ബിസ്മി പറയണം, ഹംദ് അൽഹംദുലില്ലാ എന്ന് പറയണം. പിന്നെ തക്ബീർ, കൂടെയുള്ള ആളുകളും അയാളും എന്ത് പറയണം? അറുക്കുന്ന ആളും തക്ബീർ പറയണം. പിന്നെ കത്തി നല്ല മൂർച്ചയുണ്ടാവണം. പിന്നെ മറ്റ് മൃഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അറുക്കരുത്. പിന്നെ കിടത്തുന്ന സമയത്ത് കല്ല്, മുള്ള്, മരക്കുറ്റിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല സ്ഥലത്തായിരിക്കണം. അതായത് ആ മൃഗത്തിന് ആ കിടത്തുന്ന സമയത്തൊരു വേദന, ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ അറുക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം വെള്ളം അതുപോലെ ഭക്ഷണമൊക്കെ പരമാവധി കൊടുക്കുക. പിന്നെ തുറസായ സ്ഥലത്ത്, വലിയ റോഡിൻ്റെ സൈഡിൽ അവിടെ അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ അറുക്കാതിരിക്കലാണ് നല്ലത്. ഒരു ഒതുങ്ങിയ സ്ഥലത്ത് അറുക്കലാണ് നല്ലത്. പിന്നെ ചരിച്ച് കിടത്തണം, അതായത് ചരിച്ച് കിടത്തി മയത്തിലാണ് അറുക്കേണ്ടത്. അത് പിടിച്ചു അങ്ങനെയൊക്കെ. ഇപ്പോൾ മൃഗമൊക്കെ എന്ന് പറഞ്ഞാൽ പല മൃഗങ്ങളും ഇപ്പോൾ ഭയങ്കര വിറളി പിടിച്ച സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് കയറൊക്കെ ഇട്ട് മുറുക്കി നമ്മൾ
വലിച്ച് താഴേക്കിട്ടൊക്കെയാണ് അറുക്കുന്നത്. പക്ഷെ എന്നാലും ഒരു മയം വേണം, അറുക്കുന്ന ആൾക്കൊരു മയം വേണം. പിടിക്കട ഈ സാധാരണ ഈ നമ്മുടെ അറബ് ശാലയിലൊക്കെ ഇറക്കുമ്പോൾ അതിനൊരു ഒരു മയം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു മയം ഉണ്ടാവില്ല. പിടിക്കടാ ഒടിയടാ അടുക്കട എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വാശിയിൽ ദേഷ്യത്തിൽ ഇറക്കുന്ന ഒരു സന്ദർഭമൊക്കെ ആവും. അതുപോലെ ഒന്നും ആവരുത്. കാരണം ഈ ഉളഹിയ്യത്ത് മൃഗം എന്ന് പറഞ്ഞാൽ നാളെ നമ്മയും കാത്തു നിൽക്കേണ്ട മൃഗമാണ്. അപ്പം അതുകൊണ്ട് അതിനോടൊരു കരുണ ഉണ്ടാവണം. എന്ന് വെച്ച് കരുണ പതിയെ അറക്കണമെന്നല്ല പറഞ്ഞത്. അതിന് മൊത്തത്തിൽ അതിനോട് പെരുമാറേണ്ട ഒരു രൂപം അത് മയത്തിലാവണം, അത് നല്ലതാണ്. പിന്നെ മൃഗത്തെ കിടത്തേണ്ട രൂപമുണ്ട്. അതായത് അറുക്കുന്ന സമയത്ത് കിബിലയിലേക്ക് നേരെ തിരിച്ച് ഇടതുഭാഗത്തേക്ക് മറിച്ചിട്ടാണ് അറുക്കേണ്ടത്. അതായത് വലത് കൈ കൊണ്ട് അറുക്കാൻ, വലത് കൈ കൊണ്ട് കത്തി പിടിച്ച് അറുക്കാനും ഇടത് കൈ കൊണ്ട് കഴുത്തിൽ പിടിക്കാനും പറ്റുന്ന രൂപം. ഇടത് കൈ കൊണ്ട് ആ മൃഗത്തിൻ്റെ കഴുത്തിൽ പിടിക്കാൻ പറ്റണം, വലത് കൈ കൊണ്ട് അറുക്കാൻ പറ്റണം. അങ്ങനെ ആയിരിക്കണം മൃഗത്തെ കിടത്തേണ്ടത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഈ അതിൻ്റെ കാലുകളൊക്കെ എവിടെ ഉണ്ടാവും? അതിൻ്റെ കാലുകൾ കെട്ടിയിട്ട് അത് കാലിങ്ങനെ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആ രൂപമായിരിക്കും. കാല് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നിൽക്കുന്ന രൂപമായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? തല നമ്മൾ ഇങ്ങനെ കിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ, അതിൽ അറുക്കുന്ന ആൾ കിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ, പിന്നെ വലത് കൈ കൊണ്ട് അറുക്കാനും ഇടത് കൈ കൊണ്ട് അതിൻ്റെ കഴുത്തിൽ പിടിക്കാനും പറ്റുന്ന രൂപത്തിലൊക്കെ ആയിട്ട് അറുക്കുക. അതൊക്കെ സുന്നത്താണ്. ഇനി ഇങ്ങനെയൊന്നും പറ്റുന്നില്ല എങ്കിൽ അറുക്കൽ ശരിയാവില്ല, അങ്ങനെയൊന്നുമില്ല, ശരിയാകും. പക്ഷേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തായ രൂപങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഉളുഹിയ്യത്ത് അറുക്കാമോ? മരണപ്പെട്ട ഉമ്മ, വാപ്പ, ഭാര്യ, മക്കൾ, ഭർത്താവ്, അങ്ങനെ ഒരുപാട് പേരാണ് അല്ലേ? നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഉളുഹിയ്യത്ത് അറുക്കാമോ? ഉളുഹിയ്യത്ത് അറുക്കാം. പക്ഷേ അവർ മരിക്കുന്നതിന് മുമ്പ് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലേ അവർക്ക് വേണ്ടി അറുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് നബി തങ്ങളുടെ മരുമോനാകുന്ന അലിയാർ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, അലിയെ, ഞാൻ മരണപ്പെട്ടാലും വഫാത്ത് കഴിഞ്ഞാലും എൻ്റെ പേരിൽ എല്ലാ വർഷവും ഉളുഹിയ്യത്ത് അറുക്കണമെന്ന് അലിയാർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞിരുന്നു. അലിയാർ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ അലിയാർ തങ്ങൾ മരിക്കുന്ന കാലത്തോളം എല്ലാ വർഷവും നബി തങ്ങളുടെ പേരിൽ ഉളുഹിയ്യത്ത് അറുക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അവരുടെ മരണപ്പെടുന്നതിന് മുമ്പ് അവർ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ പേരിൽ നമുക്ക് അറുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പേരിൽ തന്നെ അറുത്തിട്ട് അള്ളാഹുവേ ഇതിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടു പോയ വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കണേ എന്ന് നമുക്ക് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മസ്അലകൾ, ചർച്ചകൾ. അത് വിശദമായി നമ്മൾ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിച്ചു നീട്ടി പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് വലിച്ചു നീട്ടി എന്തിനാ ഉസ്താദ് ഇത്രയും പറഞ്ഞത്? വലിച്ചു നീട്ടി പറഞ്ഞതല്ല, കാര്യമായി പറഞ്ഞപ്പോൾ ഇത്രയും നീണ്ടുപോയതാണ് എന്ന് മനസ്സിലാക്കുക. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഈ ഉളുഹിയ്യത്ത് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, അതൊക്കെ വീഡിയോ പിടിച്ചിട്ട് വാട്സപ്പിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു, കുടുംബ ഗ്രൂപ്പിൽ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ആ പരിപാടിയൊന്നും വേണ്ട. കാരണം ഇതെടുത്ത് ഏതെങ്കിലും ഒരു വർഗീയവാദി അതൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ പിന്നെ അത് മൊത്തത്തിൽ സമുദായത്തിന് തന്നെ നാണക്കേടാൻ. അതുകൊണ്ട് ആ പണിക്കൊന്നും നിൽക്കരുത്. അൽഹംദുലില്ലാ, ഈ വർഷം ഉളുഹിയ്യത്ത് അറുക്കാൻ കരുതിയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള സലാമത്തും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വർഷത്തെ ഉളുഹിയ്യത്ത് അതുപോലെ ഹജ്ജ് കർമ്മം എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവർക്കും ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ ഈ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഒരു 15-ലധികം പ്രതിഫലങ്ങളുണ്ട് ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളുകൾ. അറുക്കുന്ന പറഞ്ഞാൽ ആ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് 15-ലധികം വരുന്ന വമ്പൻ പ്രതിഫലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ പറയാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.